ത്രിയേക ദൈവത്തിന് സ്തുതി. പ്രിയ ശ്രോതാക്കളെ, സമയം സാക്ഷിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു ജർമ്മൻ ഹൃദയത്തിൽ പിറന്ന മലയാളം, ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ അനശ്വര കഥ. ചരിത്രത്തിൻ്റെ താളുകളിലേക്ക്, കാലം അടയാളപ്പെടുത്തിയ വ്യക്തിത്വങ്ങളിലേക്ക്, വിസ്മരിക്കാനാകാത്ത സംഭവങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ഒരു വിദേശിയുടെ മലയാള പ്രണയ കഥയിലേക്കാണ്. ഒരു ജർമ്മൻകാരൻ, മലയാളത്തിന് ആത്മാവ് നൽകിയ അടിത്തറ പണിത പ്രിയപ്പെട്ട റവറൻ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് എന്ന മഹാപ്രതിഭയുടെ ജീവിത കഥ. ഭൂതകാലം അതിൻ്റെ ഓർമ്മകൾ നമ്മിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. യൂറോപ്പിലെ കൊച്ചു രാജ്യമായ ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ട് നഗരം 1814 ഫെബ്രുവരി 4 ഹെർമൻ ഗുണ്ടർട്ട് എന്ന കുട്ടി പിറക്കുന്നത്. ബുദ്ധിശാലിയായ ആ ബാലൻ ചെറുപ്പം മുതലേ ഭാഷകളോട് വല്ലാത്ത താല്പര്യം കാണിച്ചു. തനിക്ക് ചുറ്റുമുള്ള ലോകത്തെ വാക്കുകളിലൂടെയും അക്ഷരങ്ങളിലൂടെയും അറിയാൻ അവൻ വല്ലാതെ വെമ്പൽ കൊണ്ടു. യൂണിവേഴ്സിറ്റി ഓഫ് ട്യൂബിംഗനിൽ നിന്ന് തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും ഡോക്ടറേറ്റ് നേടിയ ആ യുവാവ് മിഷണറി പ്രവർത്തനങ്ങളിലൂടെ ലോകസഞ്ചാരം തുടങ്ങുവാൻ തീരുമാനിച്ചു. ആ തീരുമാനമാണ് അദ്ദേഹത്തെ ഭാരതമെന്ന ഈ പുണ്യഭൂമിയിൽ എത്തിച്ചത്. 1836 ജൂലൈ 7 ഗുണ്ടർട്ട് ഇന്ത്യയിലെത്തി. ആദ്യം മദ്രാസ് പ്രസിഡൻസിയിലെ തിരുനെൽവേലി, ചിദംബരം തുടങ്ങിയ സ്ഥലങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. തമിഴ് ഭാഷ വേഗത്തിൽ സ്വായത്തമാക്കിയ അദ്ദേഹം ജനങ്ങളുമായി അടുത്തിടപഴകി. എന്നാൽ ഒരു നിയോഗം പോലെ 1838 ഒക്ടോബർ 7 അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നു. മലയാളം എന്ന മാന്ത്രിക ഭാഷ അപ്പോഴേക്കും അദ്ദേഹത്തെ ആകർഷിച്ചിരുന്നു. ഭാഷയുടെ തനിമയും അതിൻ്റെ വശ്യതയും അദ്ദേഹത്തെ കൂടുതൽ പഠിക്കാൻ പ്രേരിപ്പിച്ചു. കേരളത്തിലെ കാലാവസ്ഥയും ജനങ്ങളും അദ്ദേഹത്തിന് വളരെ വേഗം പ്രിയങ്കരമായി മാറി. 1839 തലശ്ശേരിയിലെത്തുന്നത് ഗുണ്ടർട്ടിൻ്റെ ജീവിതത്തിലെയും മലയാള ഭാഷയുടെ ചരിത്രത്തിലെയും ഒരു വഴിത്തിരിവ് തന്നെയായിരുന്നു. ഏകദേശം 20 വർഷക്കാലം, അതായത് 1839 മുതൽ 1859 വരെ അദ്ദേഹം കേരളത്തിൽ താമസിച്ചു. ഈ കാലഘട്ടത്തെ മലയാള ഭാഷയുടെ നവോത്ഥാന കാലഘട്ടം എന്ന് വിശേഷിപ്പിച്ചാൽ തെറ്റില്ല. തലശ്ശേരിയിലെത്തിയ ഗുണ്ടർട്ട് മലയാളത്തെ അഗാധമായി പഠിക്കുവാൻ തുടങ്ങി. ഊരാച്ചേരി ഗുരുനാഥന്മാരിൽ നിന്ന് അദ്ദേഹം മലയാള അക്ഷരങ്ങളും വാക്കുകളും പഠിച്ചെടുത്തു. തലശ്ശേരിക്കടുത്ത് ചൊക്ലിയിലെ കവിയൂർ എന്ന ഗ്രാമമാണ് ഗുരുനാഥന്മാരുടെ ജന്മദേശം. ഇവരെക്കുറിച്ച് കേട്ടറിഞ്ഞ ഹെർമൻ ഗുണ്ടർട്ട് മലയാളം പഠിക്കാൻ ഇവരെ തേടിയെത്തുകയായിരുന്നു. താൻ താമസിച്ചിരുന്ന ഇല്ലിക്കുന്നിലേക്ക് ഊരാച്ചേരി ഗുരുനാഥന്മാരെ ക്ഷണിച്ചു കൊണ്ടുപോയായിരുന്നു ഗുണ്ടർട്ട് മലയാള ഭാഷയിൽ പ്രാവീണ്യം നേടിയത്. അന്ന് മലയാളത്തിന് ഒരു ചിട്ടയായ വ്യാകരണമോ ആധികാരികമായ നിഘണ്ടുവോ ഉണ്ടായിരുന്നില്ല. ഈ കുറവ് ഗുണ്ടർട്ടിനെ വല്ലാതെ വേദനിപ്പിച്ചു. താൻ പഠിക്കുന്ന ഈ മനോഹരമായ ഭാഷയ്ക്ക് ഒരു ശാസ്ത്രീയമായ അടിത്തറ നൽകണമെന്ന് അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്തു. അതൊരു എളുപ്പമുള്ള ദൗത്യമായിരുന്നില്ല. ഓരോ മലയാള പദവും തേടി അദ്ദേഹം നാട്ടിൻപുറങ്ങളിലൂടെ നടന്നു. മത്സ്യത്തൊഴിലാളികളോടും കർഷകരോടും പണ്ഡിതന്മാരോടും സാധാരണക്കാരോടും അദ്ദേഹം സംവദിച്ചു. നാട്ടുഭാഷാ പ്രയോഗങ്ങളും ചൊല്ലുകളും പഴഞ്ചൊല്ലുകളും അദ്ദേഹം അന്നേരം കുറിച്ചെടുത്തു. ഒരു ഭാഷയുടെ ആത്മാവ് കുടികൊള്ളുന്നത് അതിൻ്റെ ജനങ്ങളിലാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഈ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് 1872 നമ്മൾ കണ്ട മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു.
ഒരു ജർമ്മൻകാരൻ മലയാളത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനങ്ങളിൽ ഒന്നായിരുന്നു അത്. മലയാള ഭാഷ പഠനത്തിൽ ഒരു നാഴികക്കല്ലായി അത് മാറി. പിൽക്കാലത്ത് വന്ന ഒട്ടുമിക്ക നിഘണ്ടുകൾക്കും ഈ കൃതി ഒരു മാതൃകയായി. നിഘണ്ടു നിർമ്മാണത്തിൽ മാത്രം ഒതുങ്ങിയില്ല ഗുണ്ടർട്ടിൻ്റെ ഭാഷാ സ്നേഹം. ഒരു ഭാഷയ്ക്ക് അതിൻ്റേതായ വ്യാകരണ ചിട്ട വേണമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. സംസ്കൃതത്തിൻ്റെ അതിപ്രസരമില്ലാതെ മലയാള ഭാഷയുടെ തനതായ വ്യാകരണ ഘടനയെക്കുറിച്ച് അദ്ദേഹം ആഴത്തിൽ പഠിച്ചു. 1868 അദ്ദേഹം പ്രസിദ്ധീകരിച്ച മലയാള വ്യാകരണം മലയാള ഭാഷാ പഠനത്തിന് ഒരു പുതിയ ദിശാബോധം നൽകി. മലയാളം ഒരു സ്വതന്ത്ര ഭാഷയാണെന്നും അതിന് തനതായ വ്യാകരണം ഉണ്ട് എന്നും അദ്ദേഹം തെളിയിച്ചു. ഇത് ഭാഷാ പണ്ഡിതന്മാർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. മലയാളം ഒരു സ്വതന്ത്ര ഭാഷയായി അംഗീകരിക്കപ്പെടുന്നതിൽ ഈ ഗ്രന്ഥത്തിന് വലിയ പങ്കുണ്ട്. അറിവ് സമൂഹത്തിലെ എല്ലാ തട്ടിലുമുള്ളവരിലേക്ക് എത്തണമെന്ന് ഗുണ്ടർട്ട് ആഗ്രഹിച്ചു. ആ ആഗ്രഹമാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങൾക്ക് ജന്മം നൽകിയത്. 1847 തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് മിഷൻ പ്രസ്സിൽ നിന്ന് രാജ്യസമാചാരം എന്ന പത്രം പിറന്നു. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിൽ ലോകവാർത്തകളും വിജ്ഞാനവും നൽകിയ ഈ പത്രം മലയാള പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. ഇതിനു പിന്നാലെ വിജ്ഞാന സംബന്ധമായ ലേഖനങ്ങൾക്ക് പ്രാധാന്യം നൽകി പശ്ചിമോദയം എന്ന മറ്റൊരു പത്രവും അദ്ദേഹം തുടങ്ങി. ഈ പത്രങ്ങളിലൂടെ മലയാളി വായനക്കാരുടെ ലോകം വല്ലാതെ വികസിക്കുവാൻ ആരംഭിച്ചു. ഹെർമൻ ഗുണ്ടർട്ട് ഒരു മിഷണറി ആയിരുന്നതുകൊണ്ട് തന്നെ ബൈബിൾ പരിഭാഷയ്ക്ക് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം നൽകി. ബൈബിൾ പൂർണ്ണമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. അത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് തന്നെ വലിയ അനുഗ്രഹമായി മാറുകയായിരുന്നു. കേവലം ഭാഷാ പഠനത്തിൽ മാത്രം ഒതുങ്ങാതെ കേരളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും പഠിക്കുവാൻ അദ്ദേഹം താല്പര്യം കാണിച്ചു. 1000 പഴഞ്ചൊൽ മാല എന്നിവയിലൂടെ മലയാളത്തിലെ ചൊല്ലുകളും പഴഞ്ചൊല്ലുകളും അദ്ദേഹം സമാഹരിച്ചു. കൂടാതെ കേരളോൽപ്പത്തി, കേരള പഴമ അഥവാ മലബാറിൻ്റെ ചരിത്രം തുടങ്ങിയ ചരിത്ര ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിക്കുകയും സമാഹരിക്കുകയും ചെയ്തു. ഈ കൃതികൾ കേരളത്തിൻ്റെ ഭൂതകാലത്തെക്കുറിച്ചുള്ള അറിവ് വരും തലമുറകളിലേക്ക് കൈമാറുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. ഗുണ്ടർട്ടിൻ്റെ പ്രവർത്തനങ്ങൾ ഭാഷയിലും സാഹിത്യത്തിലും മാത്രം ഒതുങ്ങിയില്ല. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ അദ്ദേഹം തലശ്ശേരിയിലും നെട്ടൂരിലും സ്കൂളുകൾ സ്ഥാപിച്ചു. ഈ സ്കൂളുകളിൽ പഠിപ്പിക്കാനായി മലയാളം, കന്നഡ, ഇംഗ്ലീഷ് ഭാഷകളിൽ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കി. ഒരു പ്രസ്സും അദ്ദേഹം സ്ഥാപിച്ചു. ഇതിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളും പത്രങ്ങളും വെളിച്ചം കണ്ടത്. മലയാള അക്ഷരമാലയിൽ പോലും അദ്ദേഹത്തിൻ്റെ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും. അക്ഷരങ്ങളെ ചിട്ടപ്പെടുത്തുന്നതിലും അവയെ ആധുനിക രീതിയിൽ അവതരിപ്പിക്കുന്നതിലും അദ്ദേഹം വലിയ പങ്ക് വഹിച്ചു. അദ്ദേഹത്തിൻ്റെ അക്ഷരങ്ങളെയും വാക്കുകളെയും കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പിൽക്കാല മലയാള ഭാഷാ പണ്ഡിതന്മാർക്ക് വഴികാട്ടിയായി മാറുകയും ചെയ്തു. ഏകദേശം 20 വർഷക്കാലം കേരളത്തിൻ്റെ മണ്ണിൽ ജീവിച്ച ഹെർമൻ ഗുണ്ടർട്ട് രോഗബാധിതനായി 1859 ജർമ്മനിയിലേക്ക് മടങ്ങി. എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്നും മലയാളക്കരയിലായിരുന്നു. ജർമ്മനിയിൽ വച്ചും അദ്ദേഹം മലയാളം പഠനവും ഗവേഷണവും തുടർന്നുകൊണ്ടേയിരുന്നു. 1893 ഏപ്രിൽ 25 79 വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഗുണ്ടർട്ട് ഒരു മിഷണറിയായിട്ടാണ് ഇന്ത്യയിലെത്തിയത്.
എന്നാൽ അദ്ദേഹത്തെ മലയാളി സമൂഹം ഓർക്കുന്നത് ഒരു മഹാനായ ഭാഷാ പണ്ഡിതനും കർമ്മയോഗിയുമായിട്ടാണ്. ജർമ്മൻകാരനായി പിറന്നിട്ടും മലയാളത്തിനു വേണ്ടി ജീവിതമൊഴിഞ്ഞു വച്ച ആ മഹാനുഭാവൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ എല്ലാ മലയാളികളും വിനയത്തോടെ അഭിമാനത്തോടെ തലകുനിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചെറുമകനാണ് ലോകപ്രശസ്ത ജർമ്മൻ നോവലിസ്റ്റും നൊബേൽ സമ്മാന ജേതാവുമായ ഹെർമൻ ഹെസെ എന്നത് അദ്ദേഹത്തിൻ്റെ പ്രതിഭയ്ക്ക് കൂടുതൽ തിളക്കം നൽകുന്നു. ഹെർമൻ ഗുണ്ടർട്ട് എന്ന പേര് മലയാള ഭാഷയുടെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം മലയാളത്തിന് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാകാത്തതാണ്. ഭാഷയ്ക്ക് ഒരടിത്തറ പണിത് അതിനെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച ആ വലിയ മനുഷ്യൻ ഇന്നും നമ്മുടെ എല്ലാം മനസ്സിൽ ഒരു ദീപശിഖയായി ജ്വലിച്ചു നിൽക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, സമയം സാക്ഷിയുടെ ഇന്നത്തെ ലക്കം ഹെർമൻ ഗുണ്ടർട്ട് എന്ന ആ മഹാപ്രതിഭയെക്കുറിച്ചായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയും മലയാള ഭാഷയ്ക്ക് അദ്ദേഹം നൽകിയ അതുല്യമായ സംഭാവനകളും നാം കേട്ടു. എന്നാൽ ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിക്കാം. ഇന്നത്തെ മലയാളികൾക്ക്, നമ്മുടെ യുവതലമുറയ്ക്ക് എത്രമാത്രം ഹെർമൻ ഗുണ്ടർട്ടിനെ അറിയാം? അദ്ദേഹത്തിൻ്റെ സംഭാവനകളെക്കുറിച്ച് നാം എത്രമാത്രം ബോധവാന്മാരാണ്? സത്യസന്ധമായി പറഞ്ഞാൽ ഒരുപക്ഷെ മലയാള ഭാഷാ പഠനത്തിൻ്റെ ഭാഗമായോ അക്കാഡമിക് തലത്തിലോ അല്ലാതെ പൊതുസമൂഹത്തിന് ഹെർമൻ ഗുണ്ടർട്ടിനെ കുറിച്ച് ആഴത്തിലുള്ള ധാരണ കുറവായിരിക്കാം. മലയാള നിഘണ്ടു ഉണ്ടാക്കിയത് ഗുണ്ടർട്ടാണ് എന്ന ഒറ്റ വരി, ആ അറിവിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ചുരുക്കപ്പെടുന്ന ഒരു പ്രവണതയുണ്ടോ എന്ന് നാം ആത്മപരിശോധന നടത്തണം. ഒരുപക്ഷെ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പോലും അദ്ദേഹത്തിന് അർഹിക്കുന്ന പ്രാധാന്യം ലഭിക്കുന്നുണ്ടോ എന്നതും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഒരു വിദേശി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട 20 വർഷങ്ങൾ ഒരു പുതിയ ഭാഷയെ പഠിക്കാനും വളർത്താനും വേണ്ടി നീക്കിവച്ചു എങ്കിൽ ആ ത്യാഗത്തെ നാം എങ്ങനെയാണ് കാണേണ്ടത്? വെറുമൊരു അധ്യായമായോ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാനുള്ള വിഷയമായോ ചുരുക്കാതെ ഭാഷയോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയെയും അർപ്പണബോധത്തെയും നാം മനസ്സിലാക്കണം. ഹെർമൻ ഗുണ്ടർട്ട് നമുക്ക് വെറുമൊരു ചരിത്ര പുരുഷൻ മാത്രമല്ല, ഒരു പ്രചോദനമാണ്, ഒരു ആവേശമാണ്, ഒരു ഊർജമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം പല വിലപ്പെട്ട പാഠങ്ങളും നമുക്ക് കാലാകാലങ്ങളിൽ നൽകിക്കൊണ്ടേയിരിക്കുന്നു. അർപ്പണബോധം, താൻ ഏറ്റെടുത്ത ദൗത്യത്തോട്, അതൊരു പുതിയ ഭാഷയെ പഠിക്കുന്നതാകട്ടെ, അതിനൊരു നിഘണ്ടു നിർമ്മിക്കുന്നതാകട്ടെ, ഗുണ്ടർട്ട് കാണിച്ച അർപ്പണബോധം അവിശ്വസനീയമാണ്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഫലപ്രദമായ വർഷങ്ങൾ അദ്ദേഹം മലയാളത്തിന് വേണ്ടി മാറ്റിവെച്ചു. ഒരു ലക്ഷ്യം നിശ്ചയിച്ചാൽ അതിനായി പരിപൂർണമായി അർപ്പണം ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കഠിനാധ്വാനം, ഒരു നിഘണ്ടു നിർമ്മിക്കുക എന്നത് ചെറിയ കാര്യമല്ല. ഓരോ വാക്കിൻ്റെയും അർത്ഥം തേടി നാട്ടുഭാഷാ പ്രയോഗങ്ങൾ മനസ്സിലാക്കി അക്ഷീണം പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. വിജയമെന്നത് കഠിനാധ്വാനത്തിൻ്റെ മാത്രം ഫലമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം അടിവരയിടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മതയും കൃത്യതയും മറ്റൊരു പാഠമാണ്. അദ്ദേഹത്തിൻ്റെ നിഘണ്ടുവും വ്യാകരണ ഗ്രന്ഥവും ഇന്നും ആധികാരികമായി കണക്കാക്കപ്പെടുന്നു എങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മതയ്ക്കും കൃത്യതയ്ക്കുമുള്ള തെളിവാണ്. ഓരോ കാര്യവും വളരെ ശ്രദ്ധയോടെയും വസ്തുതാപരമായും കൈകാര്യം ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തുറന്ന മനസ്സ് എന്നത് നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പാഠമാണ് അദ്ദേഹത്തിൽ നിന്ന്. ഒരു വിദേശിയായിട്ടും ഇവിടുത്തെ സംസ്കാരത്തെയും ഭാഷയെയും അദ്ദേഹം തുറന്ന മനസ്സോടെ സ്വീകരിച്ചു. മുൻവിധികളില്ലാതെ കാര്യങ്ങളെ സമീപിക്കുവാനും
അന്യദേശക്കാരനായ തനിക്ക് അന്യമായതിനെ പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും അദ്ദേഹം തയ്യാറായി. ഇത് സഹിഷ്ണുതയുടെയും ഉൾക്കൊള്ളലിൻ്റെയും വലിയ പാഠമായി നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, സ്വന്തം ഭാഷയോടുള്ള സ്നേഹവും മറ്റൊരു പഠിപ്പിക്കലാണ് നമ്മെ സംബന്ധിച്ച്. ഒരു ഭാഷയെ അതിൻ്റെ ആഴങ്ങളിൽ സ്നേഹിക്കുകയും അതിനെ വളർത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളാണ് ഗുണ്ടട്ടിൻ്റെ സംഭാവനകൾ. സ്വന്തം മാതൃഭാഷയോട് ഓരോ വ്യക്തിക്കും ഉണ്ടാകേണ്ട സ്നേഹത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും പ്രാധാന്യം അദ്ദേഹം സ്വന്തം പ്രവൃത്തികളിലൂടെ കാണിച്ചു തന്നു. അപരന് നൽകുന്നതിൽ സന്തോഷം മറ്റൊരു പഠിപ്പിക്കലാണ്. തൻ്റെ അറിവും കഴിവും സമൂഹത്തിന് വേണ്ടി നൽകുന്നതിൽ അദ്ദേഹം സന്തോഷം കണ്ടെത്തുകയായിരുന്നു. പത്രങ്ങൾ ആരംഭിച്ചതും സ്കൂളുകൾ സ്ഥാപിച്ചതും പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയതും ഈ മനോഭാവത്തിൻ്റെ വിശാലമായ തെളിവുകളാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ ഈ കാലഘട്ടത്തിൽ മലയാള ഭാഷയ്ക്ക് പുതിയ വെല്ലുവിളികളും സാധ്യതകളും ഏറെയുണ്ട്. അന്യഭാഷകളുടെ കടന്നുകയറ്റവും ഡിജിറ്റൽ ലോകത്തിലെ മലയാളത്തിൻ്റെ സ്ഥാനവും വലിയ ചർച്ചകളാണ്. ആൽഫ ജനറേഷന് ശേഷം ബീറ്റ ജനറേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഗുണ്ടർട്ടിനെ പോലുള്ളവരുടെ ഓർമ്മകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. നമ്മുടെ ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും തിരിച്ചറിയുവാനും അതിനെ കൂടുതൽ വളർത്തുവാനും പരിപോഷിപ്പിക്കുവാനും ഗുണ്ടർട്ടിൻ്റെ ജീവിതം നമുക്ക് പ്രചോദനമാകണം. ഭാഷാശുദ്ധിയുടെ പേരിൽ പലപ്പോഴും വിവാദങ്ങൾ ഉയരുമ്പോൾ ഗുണ്ടർട്ടിൻ്റെ സമീപനം നമ്മെ പഠിപ്പിക്കുന്നത് തുറന്ന മനസ്സോടെ ഭാഷയെ സമീപിക്കുവാൻ വേണ്ടിയാണ്. പുതിയ വാക്കുകളെയും പ്രയോഗങ്ങളെയും ഉൾക്കൊണ്ട് ഭാഷയെ ചലനാത്മകമാക്കേണ്ടത് ആവശ്യമാണ്. ഒരു ജർമ്മൻകാരൻ മലയാളത്തിന് വേണ്ടി ജീവിതമൊഴിഞ്ഞു വച്ചു എങ്കിൽ മലയാളികളായ നമുക്ക് നമ്മുടെ ഭാഷയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? ഈ വസ്തുത നാം ഓരോരുത്തരും ചിന്തിക്കണം. മാതൃഭാഷയെ നെഞ്ചോട് ചേർക്കുകയും അതിൻ്റെ വളർച്ചയിൽ ഓരോ വ്യക്തിയും പങ്കാളികളാകുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഗുണ്ടർട്ടിനെ പോലുള്ളവരുടെ ത്യാഗങ്ങൾക്ക് മൂല്യമുണ്ടാകുന്നത്. അദ്ദേഹം നമുക്ക് നൽകിയ അറിവിൻ്റെയും ഭാഷയുടെയും വെളിച്ചം വരും തലമുറകളിലേക്ക് കൈമാറേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ആധുനിക മലയാളത്തിൻ്റെ പിതാക്കന്മാരിൽ ഒരാളായി, ഒരു നിത്യ പ്രചോദനമായി ഹർമൻ ഗുണ്ടർട്ട് നമ്മുടെ ഭാഷാ പ്രയോഗങ്ങളിലൂടെ എന്നെന്നും ജീവിക്കും. സമയം സാക്ഷിയുടെ മറ്റൊരു സാക്ഷ്യപ്പെടുത്തലുമായി ഒരു പുതിയ അധ്യായത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.